ഞാൻ ഈ വീഡിയോയിൽ മൊത്തം നോമിനൽ ഈൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഈൽഡുകളും ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച്, ഈൽഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഈൽഡിനെ കുറിച്ചും ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചും പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ചാർട്ട് പോലെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്തുകൂടാണ്. ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് നോമിനൽ ഈൽഡ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത് പെയർ എവിടേക്ക് പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിന് ഇബ്ഡ എന്ന് പറയും, ഇൻ്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം. ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ, ICT പറഞ്ഞ പോലെ തന്നെ ഈ ചാർട്ട് എന്ന് പറയുന്നത് ഇതൊരു അൽഗോരിതമാണ്. അൽഗോരിതം റൺസ് ദ ചാർട്ട്. അല്ലാതെ ബൈങ് പ്രഷറോ സെല്ലിംഗ് പ്രഷറോ ഒന്നുമില്ല. ഇറ്റ്സ് എ അൽഗോരിതം. ഈവൻ ദർ ഈസ് എ സെല്ലിംഗ് പ്രഷർ, പ്രൈസ് വിൽ ഗോ അപ്പ്. അത് അങ്ങനെ തന്നെയാണ്. നീ ഇബ്ഡ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. globalrates.com എന്ന് സെർച്ച് ചെയ്യാം. ഇതിൽ globalrates.comൻ്റെ വെബ്സൈറ്റിലോട്ട് കയറാം. ഓരോ രാജ്യത്തിൻ്റെ മേജർ ബാങ്കുകൾ, അതായത് സെൻട്രൽ ഗവേൺഡ് ബാങ്കുകൾ, അമേരിക്കയിലാണെങ്കിൽ ഫെഡറൽ റിസർവ്, ഇന്ത്യയിലാണെങ്കിൽ RBI, അതേപോലെ എല്ലാ രാജ്യത്തിനും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ബാങ്കുകളുണ്ട്. ഈ ഒരു പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏത് കറൻസിയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യുന്നത്. ഒബ്വിയസ്ലി അതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ആ കറൻസി ബുള്ളിഷ് ആവും. സോ ഇതിൻ്റെ ഈ ഒരു ഇബ്ഡ ഡാറ്റൻ്റെ ലൈവ് വേർഷനാണ് നോമിനൽ ഈൽഡിലൂടെ നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ നോമിനൽ ഈൽഡ് നോക്കുന്നത്. നമ്മൾ റാൻഡംലി നോമിനൽ ഈൽഡ് നമുക്ക് ഡെയിലി ബേസിസിൽ നോക്കാം, പക്ഷേ ഒരു മേജർ ട്രെൻഡ് ബയാസ് എന്താണെന്ന് നോമിനൽ ഈൽഡ് നോക്കുന്നതിന് മുമ്പ് ഇബ്ഡ ഡാറ്റ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം.